ക്യാരറ്റ് പറിച്ചൊക്കെ പോവാണ് കേട്ടോ. ഇങ്ങനെ ആക്കണോ? കുത്തണോ? ഇത് കിട്ടണില്ല, തിരുന്നാവുണ്ട്. ഉള്ളതിൽ വെച്ച് വലിയ തണ്ടൊന്ന് പറിച്ചോട്ടെ കേട്ടോ. എന്താ അവസ്ഥ എന്ന് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടതിൽ ആരൊക്കെ പറഞ്ഞു എൻ്റെ ഇലകൊണ്ട് ഉപ്പേരി വയ്ക്കാം, കൂട്ടാൻ വയ്ക്കാമെന്നൊക്കെ. ഇന്നിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇലകൊണ്ടാണ് ഞാൻ കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത്. ചെറുപയർ പരിപ്പൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ ഇതാവണേ ഉള്ളൂ കേട്ടോ. കുറച്ച് ദിവസം കൂടി നിന്നാൽ ഉണ്ടോ? അപ്പോൾ സത്യമാണ് സംഭവം. കുറച്ച് ദിവസം കൂടി നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി വലുതാവുണ്ടാവും. നോക്കാം. ഞാൻ അതൊക്കെ അവിടെ വെക്കട്ടെ. അത്ര മതി ഇപ്പോൾ. എന്തായാലും ഇതിൻ്റെ ഇല ഇപ്പോൾ ഇന്നൊരു കൂട്ടാനുള്ള കിട്ടിയിട്ടുണ്ട്. പണ്ടൊരു കൂട്ടാൻ ഉണ്ടാക്കട്ടെ. മുമ്പൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ഇല കൊണ്ട്. എന്തും ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു. ഈ ഹൈ റേഞ്ച് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് വയനാടോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, ഊട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും. നമസ്കാരം, നല്ല അടുത്തടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാരറ്റ് കഴുകണമൊക്കെ കണ്ടുല്ലോ. എന്തായാലും അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ഒന്ന് ഗ്രീൻ ഹൗസൊക്കെ ആക്കിയിട്ടൊന്ന് ശരിയാക്കി നോക്കണം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വന്ന ക്യാരറ്റിൻ്റെ ഇലയാണ്. ലേശം ചെറുപയർ പരിപ്പ് ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം വേവിച്ച് കഴിഞ്ഞ് കുക്കറിലാണ് വയ്ക്കാൻ പോണത്. ഇത് ഞാൻ മറ്റേ പരിപ്പൊക്കെ ചെയ്യണ പോലെ ഒന്ന് തിളപ്പിച്ച് വെള്ളം കളയുന്നു കേട്ടോ. അടുപ്പത്ത് വയ്ക്കട്ടെ. എന്നിട്ട് ആ ക്യാരറ്റിൻ്റെ ഇല നുറുക്കണം. തിന്ന് നോക്കട്ടെ. നല്ല മധുരമുണ്ട്. അത് നല്ല സ്വാദം കേട്ടോ. അതിനാണ് ഇതൊക്കെ മൂത്തണം. ഇത് നുനുമ്പ് എടുത്തിട്ട് ഉപ്പേരി അല്ല കറിയിലിടാം. അപ്പം ഞാൻ എന്താണ് നുറക്കട്ടെ ആദ്യം. വഴിക്കടവിൽ എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്നുണ്ടായി ക്യാരറ്റ്. അവിടെ ക്യാരറ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ ഇലയും കിട്ടി. അന്ന് ഞാൻ എന്നിട്ട് അത് റെസിപ്പി ഇട്ടു എന്നൊരു തോന്നലുണ്ട്. നോക്കണം ചാനലിൽ, ഓർമ്മയില്ല. നല്ല ക്യാരറ്റിൻ്റെ വാസന വരുന്നുണ്ട് കേട്ടോ. നല്ല വാസന വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മൂത്തതുണ്ടൊന്നും എടുത്തില്ല, ഒക്കെ ഇങ്ങനെ മാറ്റും. അപ്പം ഇനി എനിക്ക് വേണ്ട സാധനമാണ് ഉള്ളി. നമ്മൾ സാധാരണ ഇലക്കറിക്ക് വയ്ക്കുന്ന പോലെ ഒന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ. പക്ഷെ ഞാൻ ചെറുപയർ പരിപ്പാണ് ഉപയോഗിക്കുന്നത്. അത് ഇലക്കറിയിലും ചെറുപയർ പരിപ്പ് വെച്ചാൽ നല്ല സ്വാദാണേ. അതിന് നല്ല ക്യാരറ്റിൻ്റെ വാസന വരുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പൊരു പേര് കൂട്ടാൻ എന്തോ വെച്ചിട്ടുണ്ട്. അത് എന്താ വെച്ചത് എനിക്ക് ഓർമ്മയില്ല. ഇതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു, അറിയില്ല. ഉള്ളി ചെറുതാക്കി നോക്കി അതൊന്ന് വഴട്ടി, ആ വഴട്ടണയിലേക്ക് ഇലയും കൂടെ ഇട്ട് വഴട്ടുക. അത്രേ ഉള്ളൂ പണി. പിന്നെ എനിക്കത് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണയിലാണ് ഉള്ളി വഴറ്റുന്നത്. ആരൊക്കെ ചോദിക്കാറില്ല എന്നോട് ഗ്യാസ് ഉപയോഗിക്കില്ല എന്നൊക്കെ. ഗ്യാസിലാട്ടോ, അടുപ്പത്തല്ല. ഉപ്പിട്ട് വഴറ്റാം. അപ്പോൾ ഇതാ ഉള്ളി നല്ലോണം മൂത്തു. ഇത് മുളക് ചതച്ചതാണ് കേട്ടോ. മിക്സിയിൽ ഒന്നങ്ങോട്ട് അരങ്ങി, അതാണ്. അതും ഒന്നങ്ങോട്ട് മൂത്ത. അരങ്ങിയ മുളകിന് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇങ്ങനത്തെ കറികളിലൊക്കെ. ഇനി നമ്മുടെ അത് മൂത്തു. ആ മുളക് വല്ലാണ്ട് മൂക്കരുത് കേട്ടോ, കരിയും. മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി
അപ്പോൾ പിന്നെ അതിൽ മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇല അത്ര സ്മൂത്തല്ല തോന്നുന്നു, മറ്റേ ഈ മുരിങ്ങയിലയോ ചീരയിലയോ ഒക്കെ പോലെ ഇത്തിരി ഒരു ഹാർഡായിട്ടുള്ള ഇലയാവാണ്. ഒരു ചണ്ടി കടിക്കുക പറയില്ലേ, അങ്ങനെ ചണ്ടി കടിക്കുന്ന ടൈപ്പാണെന്നൊക്കെ തോന്നും. ഇനി പണിയൊന്നുമില്ല, ഇത് ഈ പരിപ്പിലേക്ക് ഇടുക, അത്രേ ഉള്ളൂ. ഉപ്പിടുക, നല്ലോണം ഒന്നങ്ങോട്ട് യോജിച്ചാണ്ട് വാങ്ങാം. ഞാനിത് അത്ര സ്മൂത്ത് അല്ലാന്ന് കണ്ടുകൊണ്ടാണ് ചെറുപയർ പരിപ്പ് ആക്കാൻ കാരണം കേട്ടോ. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ കൂട്ടണമെങ്കിൽ കൂട്ടാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ കൂട്ടി വെച്ചിട്ട് പറയാം കേട്ടോ. കറി റെഡിയായി പോട്ടു. അപ്പം ഞാനത് വാങ്ങി വയ്ക്കാൻ പോവുകയാണേ. അത്രേ ഉള്ളൂ പണി, വളരെ എളുപ്പമാണ്. കറി റെഡിയായി. ഇവിടെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടോ നല്ല അടുക്കളയിൽ. ഇവിടെ ഒരു ചുമരുണ്ടായിരുന്നു, ആ ചുമരെടുത്ത് ഇവിടെ കുറച്ച് അലമാറകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി, ടൈല് മാറ്റി. ഇനി ഇവിടെ പണികൾ ഇരിക്കുന്നുണ്ട്, ഇവിടെ കൂടൊക്കെ പണിയണം, അതൊന്നും കഴിഞ്ഞിട്ടില്ല, അതൊക്കെ പതുക്കെ ചെയ്യണം. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഒരു പുതിയൊരു ഹോം ടൂർ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ വിശേഷം പറയട്ടെ. കൂട്ടാൻ റെഡിയുണ്ട്. നല്ല വാസന വരുന്നുണ്ട്. അതൊരു ക്യാരറ്റിൻ്റെ ഒക്കെ കൂടെ ഒരു മണ വരണത്. എന്താ വേണ്ടത്? ചമ്മന്തി വേണ്ട, ഇത് കൈപ്പയ്ക്ക കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കൈപ്പയ്ക്കനെയാണ് ഇങ്ങനെ വഴറ്റി ഉപ്പിട്ടതുപോലെ ആക്കി വെക്കണം. കേടുവരില്ല, പക്ഷെ എണ്ണ എല്ലാം ഉണ്ടേ, അതാ പ്രശ്നം. ഇത് നമ്മുടെ കൊണ്ടാട്ടമുളക്. കപ്പയാണ്, ഒക്കെ ഇവിടെ ഉണ്ടായത് തന്നെയാണ്. ചെരങ്ങക്കൂട്ടാൻ അതൊക്കെ എടുത്തപ്പോൾ മറ്റേൻ്റെ സ്വാദം അറിയില്ല, അതാണ് പ്രശ്നം. നോക്കട്ടെ ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഇലയ്ക്കൊരു എന്താ പറയുക, ഒരു മുരുമുരിപ്പുണ്ട്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അത്ര ഗംഭീരന്നൊന്നും പറയാൻ ചീരലയുടെ സ്വാദൊന്നുമില്ല. പുല്ല് ചവയ്ക്കണ പോലെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കിയ സാധനം എന്തായാലും ഇലക്കറിയിൽ പെട്ട സാധനമാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ എല്ലാം കൊണ്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇങ്ങനെ തന്നെയാണോ അനുഭവം അറിയില്ല. അങ്ങനെ ഇത് സ്മൂത്ത് ആവാൻ വല്ല ഈ ഏലത്തിരി മയപ്പെടുത്താൻ വല്ല വിദ്യ ഉണ്ടോ അതും അറിയില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ വിഷടിക്കാത്ത സാധനം നമ്മുടെ വീട്ടിലുണ്ടായത് അത്രേ ഇലക്കറിയിൽ പെട്ടതാണല്ലോ. അപ്പം ഇങ്ങനെ കഴിക്കാമെന്ന് മാത്രം, അത്ര എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.